ഹായ് കൂട്ടുകാരെ, ആൻഡ്രോ ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോണിന്റെ ടെമ്പറേച്ചർ, ചൂടുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കാരണം ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിലേക്ക് വരാറുണ്ട്, ഫോണിന്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, ഹീറ്റ് കൂടുതലാണ്, കൈ വരെ പൊള്ളി പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെക്ക് ചെയ്ത് നോക്കും, ചിലപ്പോൾ ഹൈ എൻഡഡ് ആയിട്ടുള്ള ഗെയിമുള്ള ആപ്ലിക്കേഷനുകൾ ഇട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും എത്രത്തോളം ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ DC പവർ സപ്ലൈ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ആംബിയർ എത്ര എടുക്കുന്നുണ്ട്, ബോഡിയിൽ ആംബിയർ എത്ര എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തും, അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചില കോഡുകൾ ഉപയോഗിച്ചൊക്കെ നമ്മൾ ഫോണിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട്. എപ്പോഴും കസ്റ്റമർ ചിലപ്പോൾ ചെറിയ ടെമ്പറേച്ചർ ആയിരിക്കും പറയുന്നത്, ചെറിയ ടെമ്പറേച്ചർ ആയിരിക്കും കാണിക്കുന്നത്, ഫോണിൽ കാണിക്കുന്നത്. ചിലപ്പോൾ കൂടുതലായിട്ട് അവർ ഉണ്ടെന്ന് പറയും. ചിലപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലാത്ത കാര്യം നമ്മൾ വിളിച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അത് കസ്റ്റമർ പറയുന്ന അത്രയും ടെമ്പറേച്ചർ നമുക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അല്ലാതെ അവർ പറയുന്നത് മൊത്തമായിട്ട് കേട്ടുകൊണ്ട് നമ്മളത് റിപ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാകണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ ചെറിയൊരു ഡൗട്ടായിരിക്കും, ഫോണിന് ടെമ്പറേച്ചർ കൂടുതൽ കാണിക്കുന്നുണ്ടോ, ഇനി അത് പൊട്ടിത്തെറിക്കുമോ, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ, പല പേടിയും അവർക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഷോപ്പിലൊക്കെ വന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുതലാണ് തോന്നുന്നു എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ടെമ്പറേച്ചർ എത്രയുണ്ട്, ഫോണിൽ എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോർമലായിട്ടും, അതായത് ഐഡിയയിൽ നോർമലായിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുമ്പോഴും, നമ്മൾ ഫോൺ നോർമലായിട്ട് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ എൻഡഡ് ആയിട്ട് ഗെയിമുകളൊക്കെ നമ്മൾ കളിച്ചൊക്കെ യൂട്യൂബൊക്കെ നോക്കിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും, അതിന് ടെമ്പറേച്ചർ അധികം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ എത്രത്തോളം ടെമ്പറേച്ചർ അതിന് വരാം ഒരു ഫോണിനെ സംബന്ധിച്ച്, അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൽ പല രീതിയിലാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഏകദേശം നമുക്കൊരു നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് അതിൻ്റെ ഒരു ഫോണിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളതൊരു ഹൈ എൻഡഡ് ഗെയിമുകളോ ഹൈ എൻഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി ഹാർഡായിട്ട് നമ്മൾ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40-45 ഡിഗ്രി സെൽഷ്യസ് വരെ, 45 ഡിഗ്രി സെൽഷ്യസ് വരെ, ഒരു 40-45 ഡിഗ്രി സെൽഷ്യസിന് വരെയൊക്കെ നമുക്കത് ഹീറ്റ് കാണിക്കും. അതൊക്കെ നോർമലാണ്. വേറെ ഹൈ എൻഡഡ് ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കുന്നത് കൊണ്ടാണ് അത് 40-45 ഡിഗ്രി കാണിക്കുന്നത്. അതും വളരെ നോർമലാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, 45 ഡിഗ്രിയിലേക്ക് കുഴപ്പമില്ല. എന്നാൽ നിങ്ങളുടെ ഫോണിൻ്റെ ടെമ്പറേച്ചർ 45 ഡിഗ്രിക്ക് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, ഒരു 46-47 ഡിഗ്രിയൊക്കെ പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്ത് ഫോണിൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ ബോർഡ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് തോന്നി നിങ്ങൾ പെട്ടെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? അതിനായിട്ട് ചില ചില ഫോണുകളിലേക്ക് ചില കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോണിൻ്റെ CPU ടെമ്പറേച്ചറും അതുപോലെ തന്നെ ബാറ്ററി ടെമ്പറേച്ചറൊക്കെ കാണാൻ സാധിക്കും. അല്ല, നിങ്ങൾ കോഡുകളൊക്കെ എടുക്കാൻ, ഓരോ ഫോണിൻ്റെ കോഡുകളൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് കോഡുകൾ എടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ചില ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിലുണ്ട്, ചില ആപ്ലിക്കേഷനുകളുണ്ട്. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഫോണിൻ്റെ ബാറ്ററി ടെമ്പറേച്ചറും CPU ടെമ്പറേച്ചറും അതുപോലെ തന്നെ റിയൽ ടൈം ടെമ്പറേച്ചറൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിലുണ്ട്. അതിൽ CPU, ഞാൻ പറയുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് CPU-Z എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, CPU-Z എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അക്യൂ ബാറ്ററി എന്ന് പറയുന്ന ടെമ്പറേച്ചർ. അതിൽ നമുക്ക് ബാറ്ററി ടെമ്പറേച്ചറും അതുപോലെ തന്നെ ചാർജിങ് സമയത്ത് ഹീറ്റിംഗ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. അക്യൂ ബാറ്ററി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഡിവൈസ് ഇൻഫോ HW ഹാർഡ്വെയർ, ഡിവൈസ് ഇൻഫോ HW അല്ലെങ്കിൽ ഹാർഡ്വെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുകൾ. അതേപോലെ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. ഞാനിപ്പോൾ 3 ആപ്ലിക്കേഷനാണ് ഞാൻ നോക്കുന്നത്. ഈ 3 ആപ്ലിക്കേഷനുകളാണ് നോക്കുന്നത്. ഇതിലും കൂടുതൽ ആപ്ലിക്കേഷൻസുകൾ അക്യുറേറ്റ് നോക്കുന്ന ആപ്ലിക്കേഷൻസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏത് ആപ്ലിക്കേഷൻ വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ടെമ്പറേച്ചർ, CPU ടെമ്പറേച്ചർ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബാറ്ററി ടെമ്പറേച്ചർ, CPU ടെമ്പറേച്ചർ ഞാൻ ഈ പറയുന്ന രീതിയിൽ കൂടുതൽ പോവുകയാണെങ്കിൽ ഏകദേശം നോർമലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസിനകത്ത്, അല്ലെങ്കിൽ 45 ഡിഗ്രി ഹൈ എൻഡഡ് ആയിട്ടുള്ള ഗെയിമുകളൊക്കെ കളിക്കുകയാണെങ്കിൽ 45 ഡിഗ്രി സെൽഷ്യസിനകത്ത്, അല്ല 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഷോപ്പിൽ കൊടുത്ത്, ഒരു ടെക്നീഷ്യൻ്റെ കൈ കൊടുത്ത് നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും വളരെയേറെ ചൂടായെന്ന് തോന്നും, നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കും വളരെ ചൂടായെന്ന് തോന്നും. പക്ഷേ അതിനത്ര ചൂടെന്ന് കാണിച്ചാൽ ചില ഫോണുകളിലെ മെറ്റൽ ബോഡി ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ ടെമ്പറേച്ചർ കൂടുതൽ കാണിക്കാം. അപ്പോൾ അതുകൊണ്ടൊന്നും പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുക. അതിനുശേഷം
ഷോപ്പിൽ കൊടുത്ത് ചെയ്യുക. അല്ലാതെ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ടെമ്പറേച്ചർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ പൈസയും പോകും, ചിലപ്പോൾ ചിലപ്പോൾ ചിലർ അത് പുളിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ അതൊക്കെ വേണ്ടാത്ത ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഇത് നോക്കി മനസ്സിലാക്കുക. ഈ ടെമ്പറേച്ചർ കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിനായിട്ട് ബാറ്ററി ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ബോർഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഷോർട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കൊണ്ടും ഹാർഡ്വെയർ ഇഷ്യൂസ് കൊണ്ടൊക്കെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് കൊണ്ടൊക്കെ നമ്മുടെ ഫോണിൻ്റെ ഹീറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അത് റിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായില്ല? ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ.